ഫ്ലൈറ്റിലുണ്ടായിരുന്ന എല്ലാ ആളുകളും പരിഭ്രാന്തിയിലായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് ഒരു യഥാർത്ഥത്തിൽ ഉണ്ടായ ചിത്രം. മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് വരുന്ന രണ്ടാമത്തെ അനുഭവമാണ് അല്ലേ? രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ അനുഭവം. പൂനെയിൽ MLA ആയ സമയത്ത് ഒരു മരണം അറിഞ്ഞുകൊണ്ട്, അന്ന് നിയമസഭ നടക്കുന്ന സമയം, വൈകിട്ട് തന്നെ ആ വീട്ടിൽ പോകാൻ വേണ്ടി പോയി. ആ വീട്ടിൽ കയറി തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് ഒരു തേങ്ങ തലയിൽ വീഴുക. ആ തേങ്ങ തലയിൽ വീഴുന്നു എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചതെന്നറിയില്ല. ഞാൻ നേരെ താഴോട്ട് അങ്ങ് പോയി. എന്താ സംഭവിച്ചതെന്നറിയില്ല, ആരും തലയ്ക്ക് അടിച്ചതാണോ എന്ന് ഒരു സംശയം തോന്നി. അപ്പോൾ കൂടെയുള്ളവർ തന്നെ പറഞ്ഞു, ഇത് തേങ്ങ പിഴിഞ്ഞു വീണതാണ്, തേങ്ങ അപ്പുറത്ത് കിടക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആദ്യത്തെ ഒരു സംഭവം ഉണ്ടായി. പിന്നീട് 98-ലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 97 വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. ഏതാണ്ട് ചില വള്ളം കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത് പലയിടത്തും എൻ്റെ തലയ്ക്ക് മുകളിൽ വെള്ളമാണ്. എന്തായാലും വള്ളത്തിൽ കയറി. മറ്റുള്ള ആളുകളും ഞാൻ ഇക്കരെ പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് വള്ളത്തിൽ കയറാൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. അവരെയും കയറ്റി. ഞാൻ പറഞ്ഞു അവരോട് കയറട്ടെ എന്ന് പറഞ്ഞു. അവരെയും കൂടെ കയറ്റി. വള്ളം എടുത്തു കഴിഞ്ഞപ്പോൾ വള്ളം നീന്തണം വിട്ട് പോയി. ഇത് ഭയങ്കരമായ മഴ വീണുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ഒഴുക്കിൽപ്പെട്ടുപോയി. എനിക്കാണെങ്കിൽ നീന്തലും അറിയില്ല. അപ്പോൾ ഒഴുക്കിൽപ്പെട്ടു പോയി. അവസാനം വള്ളം യഥാർത്ഥത്തിൽ പോകേണ്ട സ്ഥലത്ത് എത്തിച്ചേരാതെ ഒരു കൈതക്കാട്, ഒരു കാട്ടിൽ കയറി, ഇഞ്ചക്കാട്ടിൽ കയറി അദ്ദേഹം പിടിച്ചു. അദ്ദേഹം ധൈര്യം സമാഹരിച്ച് ഞങ്ങളെ കൊണ്ടുവന്ന് എങ്ങനെയോ അക്കരെ കൊണ്ടുവന്ന് എത്തിച്ചു. സത്യത്തിന് അതും ജീവിതത്തിലുള്ള ഒരു രണ്ടാമത്തെ അനുഭവമാണ്. ഇത് മൂന്നാമത്തെ അനുഭവമാണ്.